ഇന്ന് നമ്മൾ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അവിഹിതം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് പുരുഷന്മാരുടെ അവിഹിതം, സ്ത്രീകളുടെ അവിഹിതം, ഇങ്ങനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതിലിപ്പോൾ ഞാൻ പറയുന്നത് പുരുഷന്മാരുടെ അവിഹിതം സ്ത്രീ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സ്ത്രീൻ്റെ അവിഹിതം പുരുഷൻ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പുരുഷൻ്റെ റിയാക്ഷൻ എന്താണെന്ന് പറയാം. അപ്പം നമ്മൾ പറയാൻ പോകുന്നത് പുരുഷൻ്റെ അവിഹിതവും അത് പിടിക്കപ്പെടുന്ന സമയത്ത് റീസെൻ്റായിട്ട് സ്ത്രീകളുടെ റിയാക്ഷൻ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അതായത് ഇപ്പം പണ്ട് പുരുഷന്മാരെ ഈ അവിഹിത ബന്ധങ്ങളിലേക്ക് പോകാറുണ്ടല്ല. പണ്ടും ഈ സംഭവമൊക്കെ ഉള്ളതാണ്. മീൻസ് വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ബന്ധങ്ങളായിട്ടോ അല്ലെങ്കിൽ കുറച്ചൊരു സർക്കിളിലായിരിക്കും, അല്ലെങ്കിൽ ബന്ധുക്കാരൻ്റെ ഇടയിൽ, അങ്ങനെ ഒരു സറൗണ്ടിങ് ഏരിയയിലായിരിക്കും പുരുഷന്റെ അവിഹിതം എന്ന് പറയുന്നത്. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു 20 കൊല്ലം മുമ്പൊക്കെയാണ് പറഞ്ഞാൽ സ്ത്രീകൾ എന്താ ചെയ്യുക, അവിടെ നിന്ന് ഒരു കുട്ടിനെയും ഒക്കത്ത് വെച്ച് ചെറിയ തമ്മിത്തല്ലും തലപൊളിയാക്കി ചെറിയ ലഹളി ഉണ്ടാക്കിയിട്ട് കുട്ടിനെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നില്ല. പിന്നെ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് കെട്ടിയവൻ എന്ന് പറയുന്ന സുമുഖൻ ഡ്രസ്സൊക്കെ ഇട്ട് കെട്ടിയവളെല്ലാം വിളിക്കുക, ആളുകളെയും കൂട്ടി ബന്ധുക്കാരനെ അല്ലെങ്കിൽ സമുദായ നേതാക്കന്മാരെ വിളിച്ചിട്ട് കൊണ്ടുപോയിട്ട് കോംപ്രമൈസ് ആക്കിയിട്ട് കെട്ടിയവള് പിന്നാലെ വരുന്നതാണ് ഒരു 10 കൊല്ലം മുമ്പ്, ഒരു 15 കൊല്ലം മുമ്പൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പുരുഷന്മാരുടെ അവിഹിതം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്ത്രീകള് വളരെ ബ്രൂട്ടലായിട്ടാണ് പെരുമാറുന്നത്. അതായത് പറഞ്ഞു വന്നത് ശാരീരിക ഉപദ്രവത്തിനെ കുറിച്ചാണ്. വളരെ ബ്രൂട്ടലായിട്ട്. മുമ്പ് വെസ്റ്റേൺ ഇതിലേക്കാണ് ഇത് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശാരീരികമായിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ള ഒരു ഉപദ്രവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി കാണാമല്ലോ എന്താണെന്ന്. അതായത് പുരുഷന്റെ ലോവർ ബോഡിക്കായിരിക്കും പരിക്ക് അങ്ങോട്ട് കൊടുക്കുക. മനസ്സിലായ? അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോൺ എന്ന് പറയുന്നത് സജീവമായപ്പോൾ ഉള്ള അവിഹിത ബന്ധങ്ങളും അതിന്റെ റിയാക്ഷനുമാണ്. മനസ്സിലായ? അതായത് ഇപ്പോൾ ഈ പുരുഷന് അവിഹിത ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അതായത് മറ്റേ ഫേസ്ബുക്ക്, അതിന് ബന്ധപ്പെട്ട മറ്റേ മെസ്സഞ്ചർ, പിന്നെ അതുപോലെ മറ്റേ ടെലഗ്രാം, പിന്നെ മെയിനായിട്ട് മറ്റേ മുമ്പ് ടിക്ടോക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ഒരുപാട് പെൺപിള്ളേർ, ചെറിയ ചെറിയ പെൺപിള്ളേർ കിട്ടും, പ്രായമുള്ള പെൺപിള്ളേരെ കിട്ടും. ഏത് ഇത് വേണമെങ്കിലും പഴയ പോലെ മറ്റേ തൂവാൻ തുമ്പികളിൽ തങ്ങള് പോലെ ബാഗും തൂക്കിയ ആളുകളുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, സ്വയം കണ്ടെത്താം. സോഷ്യൽ മീഡിയയുടെ ഗുണമെന്നാണ് ഫോണിലൂടെ ചാറ്റ് ചെയ്യുക. പിന്നെ ഇപ്പൊ കംപ്ലീറ്റ് നമുക്ക് അറിയാം. ഇപ്പൊ FBയിലൊക്കെ പല പെണ്ണുങ്ങളുടെ പേരിലാണെങ്കിലും ഈ വെബ് ക്യാമറ അവൈലബിൾ. എന്താ പറയാ, നൈറ്റ് ചാറ്റ് ചെയ്യുക, അത് ചെയ്യുക, വിവിധ തരം ആപ്പുകൾ. ഇപ്പൊ ഇങ്ങനെ ഒരുപാട് ഇതിലൂടെ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ വളരെ എളുപ്പമായി. ഓക്കെ, അപ്പൊ ഈ പുരുഷൻ ഇങ്ങനെ ഇതിൽ കൂടെയൊക്കെ പോയി ഏകാധികം സെറ്റപ്പ് ആക്കിയിട്ട് ഇപ്പൊ ഈ സ്ത്രീ എന്ന് പറയുന്ന ഫോണ് ചെക്ക് ചെയ്യാനാണല്ലോ മെയിൻ പണി. ഭാര്യയാണെങ്കിലും ശരി, കാമുകിയാണെങ്കിലും ശരി. അപ്പൊ നമുക്ക് ഭാര്യന്റെ കാര്യം പറയാം. സ്ത്രീകൾ എന്ന് പറയുന്നത് ഈ പുരുഷൻ എന്ത് ചെയ്യുന്നു, പുറത്ത് എവിടേക്ക് പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഒരിക്കലും ക്യാമറയെ കുറിച്ചും മറ്റേ ഫോണിനെ കുറിച്ചും നല്ല ബുദ്ധിയാണ്. അപ്പൊ പുരുഷന്റെ ക്യാമറ മറ്റേ ഫോൺ എന്ന് പറയുന്നത് പിടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീന്റെ റിയാക്ഷൻ വളരെ ക്രൂരമായിരിക്കില്ല. അപ്പൊ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്രമം എന്ന് പറയുന്നത്, ശാരീരിക അക്രമം എന്ന് പറയുന്നത്, അതായത് ലോവർ ബോഡിക്ക് താഴെയാണ് അവര് ഇതാക്കുക. ഇപ്പൊ ജസ്റ്റ് ഒരു 2 ന്യൂസുകൾ റീസെന്റ് ആയിട്ട് വന്നത് വളരെ കൗതുകകരമായി തോന്നി. അതാണ് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഭർത്താവ് ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഭാര്യ അവിഹിതം പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള ആഫ്റ്റർ എഫക്റ്റ് ആണ് പറയുന്നത് കേട്ടാ. അതായത് അമ്മിക്കല്ലെടുത്ത് തലയിലിട്ട ഒരു വാർത്ത. പിന്നെ ഒരു ന്യൂസ് എന്ന് പറയുന്നത്, അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കേട്ടു നോക്ക്. ഒരു 30 സെക്കൻഡ് ഒന്ന് കേട്ടു നോക്ക് കേട്ടാ. കൊച്ചിയിൽ ഭർത്താവിന്റെ രഹസ്യ ഭാഗത്ത് ഭാര്യ തിളച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. ഗുരുതരമായി പൊള്ളയേറ്റ ഭർത്താവ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി ICUവിൽ ചികിത്സയിലാണ്. ഭർത്താവിന്റെ ഫോണിൽ മറ്റൊരു യുവതിയുടെ ഫോട്ടോ കണ്ടതാണ് ആക്രമണത്തിന് കാരണം.
അപ്പൊ ഇതാണ് അവസ്ഥ. അതായത് പല പുരുഷന്മാരും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഈ ഫോണിൽ വീട് കടക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം പിടിക്കപ്പെടുന്നത് ഈ ഒരു ഇപ്പൊ 90% റീസെന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിടിക്കപ്പെടുന്നത് ഈ ഫോണിലൂടെയാണ്. ഓക്കെ, ആ ഫോണിലൂടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകള് അല്ല അക്രമാസക്തരാകുകയാണ് അല്ലേ. പല ഭർത്താക്കന്മാരും റീസെന്റ് ആയിട്ട് കണ്ടുവരുന്നത് ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ടാണ് അത്ര വീട്ടിന്റെ ഉള്ളിലേക്ക് വരുന്നത്. എന്താ പറഞ്ഞാൽ ഇപ്പൊ കുട്ടികള് അല്ലെങ്കിൽ മറ്റേ ഈ സ്ത്രീ കഥാപാത്രം എന്ന് പറയുന്നത് ചിലപ്പോ വലിയൊരു ആയുധമായിട്ട് കനമുള്ള ഒരു ആയുധമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. ഇപ്പൊ അട്ടി കിട്ടാണ്ടിരിക്കാൻ ഇപ്പൊ ഉറങ്ങുന്ന സമയത്ത് അടക്കം ഹെൽമെറ്റ് ഇട്ട് കിടക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. കാരണം ഇവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് എന്താ മുമ്പാണ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും പിണങ്ങി വീട്ടിലേക്ക് കുട്ടിയെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് ഒക്കത്ത് വെച്ചിട്ട് സ്ഥലം വിട്ടോളും. പക്ഷെ ഇപ്പോഴത്തെ സ്ത്രീകൾ അത് ചെയ്യുന്നില്ല. ഇവന്റെ കളി ഇവിടെ വെച്ചിട്ട് തന്നെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ വെച്ചിട്ട് ഫുൾ പരിക്കാക്കലാണ് മെയിൻ പരിപാടി. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് പുരുഷന്മാർ ജാഗ്രതയായി ഫോണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്താ പറയാ പല ചാറ്റിങ്ങും ചീറ്റിങ്ങും എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ സെപ്പറേറ്റ് ഹോൾഡറിലാക്കുക. വീട് എത്തുന്നതിന് മുമ്പ് തന്നെ വീടിൻ്റെ കുറച്ച് ദൂരെ വെച്ചിട്ട് വണ്ടി ഓഫ് ചെയ്തിട്ട് സംഭവങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് വളരെ ചിരിച്ച് സുമുഖനായിട്ട് വരിക. ഇതൊക്കെ ഇതിൽ ചെയ്യാൻ കഴിയുള്ളൂ. എന്താണ് സോഷ്യൽ മീഡിയയും അതെല്ലാം അത്രയും സജീവമാണ്. പിന്നെ ഈ പുരുഷന്മാരിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് പെൺപിള്ളേർ ഇറങ്ങി നടക്കുന്നുണ്ട്. അതിപ്പോൾ വിവാഹം കഴിഞ്ഞ പുരുഷൻ, വിവാഹം കഴിയാത്ത പുരുഷൻ അങ്ങനെയൊന്നുമില്ല. മുമ്പൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും മുൻകൈ എടുക്കുന്നത് ആരാണ്? മറ്റേ പുരുഷനായിരുന്നു. ഇപ്പൊ കാലം മാറി. ഇപ്പൊ എല്ലാ കാര്യത്തിലും മുൻകൈ എടുക്കുന്നത് മറ്റേ സ്ത്രീകളാണ്. പണ്ടൊക്കെ ഒരു പെണ്ണിനെ ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പെടാപ്പടാണ് അല്ലേ. ഇപ്പൊ പെണ്ണുങ്ങള് പറയാത്ത മുമ്പ് ഇറങ്ങി വരും, വീടിന് പുറത്ത് വന്ന് നിൽക്കും, അറിയാണ്ട് തന്നെ വീടിന്റെ തൊടി വന്ന് നിൽക്കും. വേലി ചാടുക പറയില്ല, പണ്ട് പുരുഷൻ വേലി ചാടുക എന്ന് പറയില്ല. അപ്പൊ സ്ത്രീ വേലിയല്ല മതിലല്ല എല്ലാം അടുത്ത് ചാടിയ റൂമിന്റെ ഉള്ളിലേക്ക് വരും. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. അവര് ബോൾഡായി. കാരണം അവര് എല്ലാവിധ ആയോധന കലകളും എല്ലാം ചെറുപ്പം മുതൽ തന്നെ പഠിച്ച് മറ്റേ ജയ് ഹോ അങ്ങനെ ഒരു പടം ഇറങ്ങിയല്ലോ, ജയ് ഹോ അങ്ങനെ എന്തോണം പടത്തിന്റെ പേര്, മറ്റേ ബേസിലെ അതിൽ കണ്ട മറ്റേ കറാട്ട പഠിച്ചിട്ട് ഓൺലൈനിൽ കറാട്ട പഠിച്ചിട്ട് ഫൈറ്റ് ചെയ്യണത്, അട്ടിച്ച് പമ്പരം തിരിപ്പിക്കണത്, ആ ഒരു ഇതെല്ലാം മനസ്സിലാക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ പുരുഷന്മാരുടെ അവിഹിതം സ്ത്രീ എന്ന് പറയുന്നത് ഇപ്പൊ വളരെ ബ്രൂട്ടലായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ ഇനി പുരുഷൻ ഇനിയും ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. അതാണ് അവസ്ഥ എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, പുരുഷ കമ്മീഷനൊക്കെ ഏകദേശം 75-80% ആയിട്ടുള്ളൂ. അപ്പോൾ രാഹുൽ ഈശ്വറിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. അല്ലെങ്കിൽ പുരുഷന്റെ അവസ്ഥ വളരെ പരിതാപകരമായി മാറും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ പുരുഷന്മാർക്ക് ഏകദേശ കാര്യം മനസ്സിലായല്ലോ അല്ലേ? പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബ്രൂട്ടലായിട്ടാണ് ഇപ്പോഴത്തെ സ്ത്രീകൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ജാഗ്രത. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോയുമായി, തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.